രണ്ടു കൂട്ടരും കൂടെ തീരുമാനിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ അതൊന്ന് കേൾക്ക്. അവിടെ വെച്ചിട്ട് ഒരു പുതിയ കരാറ്. ഏതാണ് ആ കരാറ്? ഉച്ചയ്ക്ക് ശേഷം നമുക്കത് വായിച്ച് ക്ലിയർ ചെയ്തിട്ട് അടുത്ത വിഷയം തുടങ്ങാമെന്നായിരുന്നു. ആ കരാർ ഉച്ചന്റെ ശേഷമായപ്പോഴേക്ക് ലംഘിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് നടന്ന കരാറ് ഒരമണിക്കൂർ കേപ്പിന്റെ ഉള്ളിൽ അവരത് വേണ്ടെന്ന് തീരുമാനിച്ച് കരാറ് ലംഘിക്കുന്നു. മുനാഫിഖിന്റെ പണിയെടുക്കുകയാണ്. ഹനീഫ മൗലവി വായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉച്ചയ്ക്ക് ശേഷം വായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് എഴുതിയ കരാറിന്റെ സമയം അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് കരാർ അനുസരിച്ച് അടുത്ത പരിപാടി ആരംഭിക്കുന്നത് അത് വായിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും. ഇപ്പോൾ ഇവിടെ ചോദിച്ച സംശയം വായിച്ച് തീരുമാനിച്ച് തീർച്ചപ്പെടുത്തിയതിനു ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള അടുത്ത സെഷൻ ആരംഭിക്കുന്നത്. 1:45 അടുത്ത സെഷൻ ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി ഉച്ചന്റെ ശേഷം എന്താ സംഭവിച്ചത്? അവരെ മധ്യസ്ഥനെ അവര് പിടിച്ച് നന്നായി അങ്ങ് പാട്ടിലാക്കി. എന്നിട്ട് അയാൾ നന്നായി അങ്ങ് ഭീഷണിപ്പെടുത്തി ശരിക്കാണ്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അംഗീകരിച്ചതാണ് ആ കുഴപ്പം. അതുകൊണ്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഇനിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ കുടുങ്ങും, മാനം കെടും, ആകെ വഷളാകും. അതുകൊണ്ട് ഇനി നിങ്ങൾ നന്നായി വാദിക്കണം എന്ന് പറഞ്ഞിട്ട് ശക്തമായി വാദിക്കാൻ വേണ്ടിയിട്ട് അയാളെ ഇറക്കി പുറപ്പെടുവിച്ചിരിക്കുക. എന്നിട്ട് അയാൾ ഇരുന്നിട്ട് ഇങ്ങനെ വാദിക്കുക. നേരത്തെ പറഞ്ഞ ആ രൂപവും ഭാവവും ഒന്നുമല്ല പിന്നെ അയാൾക്കുള്ളത്. ഞങ്ങൾ പലവട്ടം ചോദിച്ചു, നിങ്ങൾ ഉച്ചന്റെ മുമ്പ് അത് ക്ലിയർ ചെയ്ത് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ പോയി? അയാൾ പറയുന്നത് വ്യവസ്ഥയിൽ അങ്ങനെയല്ലല്ലോ. ശരി, അപ്പൊ സംവാദം നടത്താൻ പോലെ അധ്യക്ഷന്മാർ രണ്ടാളോ വന്നിട്ടുള്ളത്? അധ്യക്ഷന്മാര് മധ്യസ്ഥന്മാര് അവരവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് മധ്യനിലവാരം പുലർത്തേണ്ടവരാ. അവര് പക്ഷപാതിത്വം കാണിക്കാൻ പാടില്ല. അവര് വ്യവസ്ഥ നോക്കി കാര്യം തീരുമാനിക്കലോടൊപ്പം പ്രശ്നങ്ങൾ നടന്നാൽ അത് പരിഹരിക്കാനുള്ള മാർഗം കൂടെ അവർ ചിന്തിച്ചുണ്ടാക്കണം. അവിടെ ഈ ഹദീസ് എടുക്കാൻ തന്നെ കാരണം അവരുടെ പ്രാർത്ഥനയുടെ നിർവചനം പൊളിക്കലായിരുന്നു ഞങ്ങളെ ലക്ഷ്യം. ആ ലക്ഷ്യം അവിടെ നടന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവര് നന്നായി വിയർക്കുകയുണ്ടായി. അതൊക്കെ കാണുമ്പോ ഏതൊരു മുസ്ലിമിനും രോമാഞ്ചം കൊള്ളും. വളരെ ആവേശമുള്ള വിഷയമാണ്. കാരണം ഇന്ന് വരെ അവര് പ്രാർത്ഥനയുടെ നിർവചനം എന്താണെന്ന് ജനങ്ങളെ പഠിപ്പിച്ചത് ഇപ്പോൾ അവർക്ക് അബദ്ധമായി തോന്നുന്ന ഒരു രംഗമായിരുന്നു ആലുവ കുന്നത്തേരിയിലെ സംവാദം. വലിയ വലിയ തലമൊത്തപ്പന്മാരായ മൗലവിമാർക്ക് പോലും എന്താണ് ആ ഹദീസിനെ പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് അതിന് മറുപടി കൊടുക്കേണ്ടത് എന്നുപോലും മനസ്സിലാക്കി കൊടുക്കാനോ സാധിച്ചില്ല. അതാണ് വഹാബികൾക്ക് ഏറ്റവും വലിയ പരാജയം. ആ ഒരു പരാജയം മറച്ചു പിടിക്കാനാണ് 7 കുടുംബ മുജാഹിദായി എന്ന കുപ്രചരണം, പച്ചനുണ ഈ സമൂഹത്തിൽ മെസ്സേജ് വഴി ആരോപിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തന്നെ പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, ഇതുവരെ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടില്ലല്ലോ. ഇമെയിൽ സന്ദേശം പലതും വന്നു. അപ്പൊ ഇത്ര ഗൗരവത്തിൽ മുജാഹിദുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തോ കാര്യമായി അവർക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ. ചില വിഷയങ്ങളിൽ ചില പരാമർശങ്ങൾ ബാക്കിയുള്ളത് കൊണ്ടോ സുന്നി പക്ഷം മുജാഹിദ് പക്ഷത്തിന്റെ ചില ഉദ്ധരണികൾ കളവാണെന്ന് ആരോപിച്ചതിന്റെ പേരിലും അത് തെളിയിക്കാൻ ഈ വ്യവസ്ഥയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് മുജാഹിദ് പക്ഷം തയ്യാറാവാത്തതുകൊണ്ടും എല്ലാ കാരണങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ആദർശപരമായ ലക്ഷ്യത്തിന് വേണ്ടി ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് ഇവിടെയുള്ള മുഹമ്മദ് രാമന്തളി എന്ന മധ്യസ്ഥൻ ആവശ്യപ്പെട്ടപ്പോൾ മറുവിഭാഗം തയ്യാറാവാതെ വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥന്മാർ ചർച്ച ചെയ്യുകയും ഈ കിതാബ് ചർച്ച ചെയ്യാനും കളവ് പറഞ്ഞു എന്ന് പറഞ്ഞ കിതാബ് ചർച്ച ചെയ്യാൻ തയ്യാറില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലും ഈ പരിപാടി നിർത്തിവെക്കാൻ മധ്യസ്ഥന്മാർ തീരുമാനിച്ച കാര്യം അറിയിക്കുന്നു. കണ്ടല്ലോ, അപ്പൊ നേരത്തെയുള്ള ആ കരാറ് വരെ 1.5 മണിക്കൂർ കേപ്പിൽ വെച്ച് പൂർണ്ണമായും നിഷേധിക്കുകയും ലംഘിക്കുകയും ചെയ്ത ഈ വഹാബി പ്രസ്ഥാനം എന്തിനിവര് ജീവിക്കണം? ഇവര് തൗഹീദിന്റെ ആശയത്തിന് വേണ്ടി, അതിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പ്രാർത്ഥനയുടെ ഡെഫിനിഷൻ അതിൽ പൂർണ്ണമായും അവർക്ക് തെറ്റുപറ്റി എന്നായിരുന്നു ഞങ്ങളുടെ വാദം. ആ വാദം സ്ഥിരപ്പെടുത്താൻ വേണ്ടി
ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് ഞങ്ങൾ വിഷയം പറഞ്ഞപ്പോൾ പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോൾ നമ്മൾ അനസ് മൗലവി ഉണ്ടല്ലോ, വെർട്ടിഫിക്കേഷൻ മൗലവി, അയാള് നേരെ വിഷയങ്ങ് മാറ്റി. പെട്ടെന്ന് അതാ മൂപ്പര ഭയങ്കര കഴിവാ, വിഷയം കിട്ടും മാറ്റി. അത് എല്ലായിടത്തും ഉണ്ടാകുന്ന ആള്. അപ്പൊ നേരത്തെ നടന്ന സംവാദത്തില് ഇടമുട്ടത്ത് നടന്ന സംവാദത്തിലും നേരെ വിഷയം മാറ്റിയത് കണ്ടല്ലോ. കുടുങ്ങിയാൽ പിന്നെ നേരെ വിഷയം മാറ്റുക എന്നുള്ളത് ഇവരുടെ തനി സ്വഭാവമാണ്. നിങ്ങൾ ആ ഭാഗമൊന്ന് കണ്ടോ, നേരെ വിഷയം മാറ്റാൻ പോവുകയാണ് നമ്മളെ മൗലവി. ആര്? അനസ് മൗലവി. സർവശക്തനല്ല, സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഒരു കർഷകന് നിലമുഴുതുവാനും വിത്ത് വിതക്കുവാനും വളവും വെള്ളവും നൽകുവാനും സാധിക്കുന്നു. എന്നാൽ ആ വിത്ത് മുളപ്പിച്ച് നല്ല വിളവുണ്ടാക്കുന്നത് അവന്റെ കഴിവിൽപ്പെട്ടതല്ല. വിത്ത് മുളപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്, റബ്ബിന്റെ കഴിവിൽപ്പെട്ടതാണ്. അത് റബ്ബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സബബിനൽ മാഅ സബ്ബാ ثم شققنا الارض شقا فانبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق وغلبا وفاكهة وأبا متاعا لكم ولأنعامكم. അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. ആ കഴിവ് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതാണത്. അതിനു തന്നെയാണ് മുസ്ലിയാരെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും വാദിച്ചിരുന്നു വെറുതെ ആവശ്യമില്ലാത്തത് വിളിച്ചു പറയാ, എന്നിട്ട് ഒരേ ആയത്തോണ്ട് മതി, അതാണ് തീർത്താണ് മതി കൂടായിരുന്നു. മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് ചിന്തിക്കുന്നില്ലേ? എന്ത് പ്രാർത്ഥന, പ്രാർത്ഥനന്റെ എന്ത് നിർവചനം. നമ്മളാണ് മഴ ചൊരിച്ചത്, ഇവിടെ എന്ത് പ്രാർത്ഥന? ഈ വിവരദോഷികൾ കുടുങ്ങിയപ്പോ മുമ്പത്തെ വഴലിന്റെ ആ മേറ്റർ അങ്ങോട്ട് എടുത്തിട്ട് വെരിഫിക്കേഷൻ സദസ്സില്, എന്നിട്ട് നമ്മളൊരു പേടിഫിക്കേഷൻ നടത്തുക. അതൊന്നും നടക്കൂല മൗലന്മാരെ. ഇത് കേട്ടപ്പോഴേക്ക് നമ്മൾ ചിരിച്ചു പോയി. ഇതെന്തായത് ഇന്തൊന്നുമില്ലപ്പോ അപ്പൊ അതൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ പാറിപ്പോയി. ഇപ്പൊ എന്താണ്? അപ്പൊ ഞങ്ങളൊക്കെ ചിന്തിച്ച് ശരിയാട്ടോ, സദസ്സിലുള്ള മുജാഹിദും ചിന്തിച്ച് ശരിയാണ്. കാരണം ഓരോ മനുഷ്യനും അവന്റെ അന്നത്തിലേക്ക് ചിന്തിച്ചു കൊള്ളട്ടെ. അനസ് മൗലവിന്റെ അന്നം മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓരോന്ന് പറയുന്നത്. അപ്പൊ അന്നം മുട്ടാതിരിക്കണമെങ്കിൽ അന്നം മുട്ടാതിരിക്കാനുള്ള ഓരോ മാർഗങ്ങളാണ് ഇങ്ങനെയുള്ള ഓരോ ആയത്തുകളും ഇങ്ങനെയുള്ള ചില വെർട്ടിഫിക്കേഷനും എന്ന് ജനങ്ങൾ പഠിക്കട്ടെ. നല്ല ഫിറ്റായ ഒരായത്ത് തന്നെ ആയിരുന്നു അത്. അത് പടച്ചോങ്ങളെ കൊണ്ട് തന്നെ ഓദിപ്പിച്ചതാ. അത് മൂപ്പരങ്ങിട്ട് ഓതന്നെ മതാഴല്ലക്കും വലിയ അഴമിക്കും. എന്താ അതിലൊക്കെ എന്താ ഉള്ളത്? വഴലറ്റാണോ? പ്രഭാഷണത്തിന് വിളിച്ചതാണോ? അവിടെ കവലപ്രസംഗമാണോ? അവിടെ പ്രാർത്ഥനയുടെ നിർവചനത്തിൽ മുജാഹിദുകൾക്ക് തെറ്റുപറ്റി. കാരണം എന്താണ്? പ്രാർത്ഥനക്ക് അവര് മദ്രസയിലെ 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്ക് അവരുടെ അംഗീകാരമുള്ള കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് മനുഷ്യ കഴിവിനപ്പുറമുള്ള വല്ലതും അല്ലാഹുവല്ലാത്തവരോട് ചോദിക്കുന്നത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ് എന്നാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അവിടെ ഞങ്ങൾ ചോദിച്ചു മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. പക്ഷെ ഈസാ നബി എന്ന് പറഞ്ഞില്ല, കാരണം അതും സാധുക്കൾക്ക് അറിയില്ല. ഓൽക്ക് പറഞ്ഞുകൂടായിരുന്നു, ഞങ്ങൾ പറഞ്ഞില്ല. അതാ വലിയ പരാതി. അവിടെ ഞങ്ങൾ ഏറ്റവും ഭംഗിയുള്ള ഒരു പേരാ ഉപയോഗിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്നു നിന്ന് അള്ളാന്റെ റസൂലിനെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന ലക്ഷ്യത്തോടുകൂടെ വിളിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? അയാൾ പറഞ്ഞു ശിർക്കാട്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യൂല. ഇനി അയാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വിശ്വാസത്തിലല്ല. ആരായി? ഈസാ നബി. അത് നേരത്തെ പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അപ്പൊ ഈസാ നബി എന്തായി? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കാത്ത ആളാണ്. അങ്ങനെ ഈസാ നബി നടത്തുകയാണെങ്കിൽ തന്നെ ആ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിക്കും വിരുദ്ധമായിട്ടാണ് അയാൾ അത് ചെയ്യുന്നത്. ആരൊക്കെ മുശ്രിക്കീങ്ങളായി? മുഹമ്മദ്